ഇപ്പോഴത്തെ ഈ തലമുറയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കയ്യിൽ പിടിച്ചൊരു സ്ക്രീനാണ്, മൊബൈൽ ഫോൺ. അത് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചടക്കുന്ന ഒരു ശത്രുവാണ്. നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഫോൺ നിങ്ങളെ ഉപയോഗിക്കുന്നു. വിദ്യാർത്ഥികളെ, മൊബൈൽ എന്നത് ഒരു ഉപകരണമല്ല, അത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഡ്രൈവർ സീറ്റായിട്ട് കൈയടക്കിയിരിക്കുന്നു. യൂട്യൂബ് ഷോർട്സ്, റീൽസ്, ഗെയിംസ് ഇവയൊക്കെ നിങ്ങളുടെ ശ്രദ്ധയെ കഷ്ണങ്ങളായി കീറിയെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങൾ 5 മിനിറ്റ് റീൽ കാണുമെന്ന് വിചാരിക്കും, പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറായിരിക്കും. നിങ്ങളുടെ 5 മണിക്കൂർ വാനിഷാവുകയാണ്. നിങ്ങളുടെ ഉപയോഗം മൂലം മെമ്മറി പവർ കുറയുന്നു, ഫോക്കസ് കുറയുന്നു, മാർക്ക് കുറയുന്നു. എല്ലാവരെയും ഒരു ശത്രുതാ മനോഭാവത്തോടെ കാണുന്നു. റീൽസ്, ടിക്ടോക്ക് ടൈമിംഗ്, ഗെയിംസ്, നോട്ടിഫിക്കേഷൻ ഇവ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റമായ ന്യൂറോൺസിനെ ഹൈജാക്ക് ചെയ്യുകയാണ്. 5 സെക്കൻഡ് ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മുടെ 5 മണിക്കൂറാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഈ സർക്കിൾ നിർത്തിയില്ലെങ്കിൽ നാളെ 10 മിനിറ്റ് പോലും നമുക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നമ്മുടെ ബ്രെയിൻ അത്രമാത്രം എൻ്റർടൈൻമെൻറ്റുമായിട്ട് ഈ മൊബൈലുമായിട്ട് അഡിക്റ്റഡ് ആവുകയാണ്. നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ടോപ്പർ ഫോൺ കൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് നഷ്ടപ്പെടുന്നത്. എല്ലാ കുട്ടികളുടെയും ബ്രെയിനിൽ ടോപ്പർ പൊട്ടൻഷ്യൽ ഉണ്ട്, ബട്ട് മൊബൈൽ അഡിക്ഷൻ ഈസ് കില്ലിങ് ദാറ്റ് പൊട്ടൻഷ്യൽ സൈലൻ്റ്ലി. നിങ്ങൾ സ്റ്റഡി ടേബിളിൽ ഇരിക്കുമ്പോൾ ബ്രെയിനിൻ്റെ 50% ഫോൺ എന്ന ചിന്തയാണ്. വാട്സപ്പ് മെസ്സേജ് വന്നാൽ നമ്മുടെ ചിന്ത മാറും. ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മുടെ ഫോക്കസ് മൊത്തവും നഷ്ടപ്പെടും. ഗെയിമിങ്, നമ്മുടെ ആങ്കർ, ഇറിറ്റേഷൻ, സ്ലീപ്ലെസ്നെസ് എല്ലാം വരും ഗെയിമിംഗ് ഉപയോഗം കൂടിയാൽ. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ ഡ്രീം ലൈഫിനെ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ അത്രമാത്രം ഈ ഗെയിമിംഗ് മൊബൈലിൽ അഡിക്റ്റഡ് ആവും. മൊബൈൽ അഡിക്ഷൻ്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ മാർക്ക് മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളെ ദുർബലമാക്കുന്നു, നിങ്ങളുടെ വിൽ പവറെ ചോർത്തുന്നു, നിങ്ങളുടെ കോൺഫിഡൻസ് തകരുന്നു, നിങ്ങളുടെ പേരൻസിൻ്റെ ട്രസ്റ്റ് പൊട്ടി വീഴുന്നു. ഒരു നിമിഷം അച്ഛനും അമ്മയും ജോലി ചെയ്ത് കഷ്ടപ്പെടുന്ന ആ മുഖം ഒന്ന് ഓർത്ത് നോക്കൂ. അവർ നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ എത്രമാത്രമാണ് കഷ്ടപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ ആ 4 മണിക്കൂർ മൊബൈലിൽ നിങ്ങളുടെ ഫ്യൂച്ചർ നഷ്ടപ്പെടുത്തുകയാണ്. ഇതാണ് മൊബൈൽ അഡിക്ഷൻ്റെ യഥാർത്ഥ വില. യു കൺട്രോൾ ദ ഫോൺ, നോട്ട് ദ ഓപ്പോസിറ്റ്. ഡിസൈഡ് ടുഡേ. അഡിക്ഷൻ എന്നത് ചോയ്സാണ്. ഒന്നാമത്തെ ദിവസം നമുക്ക് മൊബൈൽ ഉപയോഗിക്കുന്നത് ടഫായിട്ട് തോന്നും, ഉപയോഗിക്കാതിരിക്കുന്നത്. രണ്ടാമത്തെ ദിവസം പെയിൻഫുൾ ആയിട്ട് തോന്നും. പക്ഷേ മൂന്നാമത്തെ ദിവസം മാജിക്കലി നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും. ബിക്കോസ് വെൻ യു ബ്രേക്ക് മൊബൈൽ അഡിക്ഷൻ, യുവർ ബ്രെയിൻ awakens. ഫോക്കസ് ഷാർപ്പ്, മെമ്മറി ഹൈ, കോൺഫിഡൻസ് ആൻഡ് പവർഫുൾ. യു ബിക്കം അൺസ്റ്റോപ്പബിൾ. ഫോൺ നിർത്തി ഒരു 45 മിനിറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്ത് ഡെയിലി റുട്ടീനെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ എത്തിപ്പെടാൻ കഴിയും. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കാൻ ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത്. താങ്ക് യു.